ആരും ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നില്ല. എൻ്റെ ലിസ്റ്റ് എന്തുകൊണ്ട് സ്റ്റേജിൽ വെച്ച് യുവതി ചെയ്തു കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞു. ഇവന് പെണ്ണ് കിട്ടത്തില്ല, ഇവനെ ഏത് പെണ്ണിങ്ങനെ മറ്റേ സ്നേഹിക്കും. ഇന്നലെ വല്ലതും കണ്ണ് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? കണ്ണിലോട്ട് രശ്മേ വേണ്ട വേണ്ട വേണ്ട. വായ്നോട്ടത്തിനൊക്കെ ഫ്രീക്ക് പേര് ഒന്ന് ഒബ്സർവേഷൻ. ഞാൻ തോറ്റു വന്നു. ശരി ആയിക്കോ, ഷോയ്ക്ക് വാ. എത്ര തവണ കിട്ടിയിട്ടുണ്ടെന്ന് അറിയില്ല. എന്താണ് എനിക്ക് കല്യാണം കഴിക്കണ്ടേ? എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ. എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണേ. അങ്ങനെയുള്ള സ്നേഹനിധികളായിട്ടുള്ള അസിസ്റ്റൻസുമാരും ക്രൂവാണ് എൻ്റെ കൂടെ ഉള്ളത്. പക്ഷേ സീരിയസ് ആയിട്ട് പറയാതെ ചില എത്തിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്നോട് ഒരാൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. രണ്ടാമത്തെ ഇരുത്താണ് ഈ മുഖത്തോട് മുഖം നോക്കിയിട്ടുണ്ട്. പക്ഷെ ഞാൻ ഭയങ്കര സന്തോഷമായിരുന്നു കേട്ടോ. നമ്മൾ കാത്തിരുന്ന് കിട്ടുന്ന ചില മൊമെന്റ്സ് ഉണ്ടല്ലോ, അതായിരുന്നു എനിക്ക് ആ ടൈം. 2-2.5 വർഷമായി ഞാനൊരു ഇന്റർവ്യൂവിന് വേണ്ടി നടക്കുന്നു. ഇപ്പോഴും തരാൻ കാണിച്ച മനസ്സിനുള്ള സന്തോഷം. നീ വലിയവനാടാ എന്നൊരു ഡയലോഗ് ഉണ്ടല്ലോ, എനിക്കിപ്പോ അതാ തോന്നുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അനന്തു പുതിയ വിശേഷങ്ങൾ? പുതിയ സീക്രട്ട് ലെറ്ററിൻ്റെ ഷോസിൻ്റെ അപ്ഡേറ്റ്സ് ആണ്. ഇപ്പം ഷോ ഇപ്പോൾ ലോഞ്ച് ചെയ്യുന്നുണ്ട്. May 25th ടാഗോർ തിയേറ്ററിലാണ് ഷോ. അപ്പോൾ ഒരു വലിയ ഡ്രീം പ്രോജക്റ്റാണ് സീക്രട്ട് ലെറ്റർ. മെൻ്റലിസത്തിൻ്റെ വൺ ഓഫ് ദ മറ്റൊരു ജേണറിൽ പോകുന്ന ഒരു സാധനമാണ്. മെൻ്റലിസത്തിൻ്റെ ഒരു ലൈക്ക് നമുക്കെപ്പോഴും മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഡിഫറെൻ്റ് ആയിട്ട് വരണം. ഒരു സിനിമ കാണുന്നത് പോലെ ഒരു മെൻ്റലിസം ഷോ കാണാൻ പറ്റുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരു വലിയ കാര്യമെന്ന് തോന്നുന്നു. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ ഞങ്ങൾ കൊറിയോഗ്രാഫി ചെയ്തിട്ടുള്ളൊരു ഷോയാണ് സീക്രട്ട് ലെറ്റർ. അതിൻ്റെ അപ്ഡേറ്റ് ആണ് ഇപ്പോൾ ഉടനെ പറയാനുള്ളത്, ഷോ വരികയാണെന്നുള്ളത്. എനിക്ക് തോന്നുന്നു മെന്റലിസത്തിന് ഇത്രയും ഒരു തിയേറ്റർ ബേസിലൊരു ഷോ ബിഗ്ഗസ്റ്റ് ആയിട്ട് നടത്തുന്നത് ഇതായിരിക്കും. ഇല്ല, ആദിചേട്ടൻ ചെയ്യുന്നുണ്ടല്ലോ. ഇൻസോംനിയ എന്ന് പറഞ്ഞാൽ ആദിചേട്ടൻ ഷോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഒരു ലൈക്ക് എനിക്ക് ഭയങ്കര നമ്മളങ്ങനെ ഒരേ ഫീൽഡിലുള്ള ആൾക്കാരാണ്. സീരിയസ്ലി ടു ബി ഹോണസ്റ്റ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ് കേട്ടോ. എൻ്റെ അടുത്ത് നേരത്തെ നമ്മൾ ബിഹൈൻഡ് ദ ക്യാമറ എന്നോട് ചോദിച്ചു മെൻ്റലിസ്റ്റുകൾക്കിടയിൽ എങ്ങനെയാണ്. ഞാൻ ആക്ച്വലി അങ്ങനെ ഈ കമ്മ്യൂണിറ്റിയിലൊന്നും ഉള്ള ആളല്ല. അപ്പോൾ എനിക്കിങ്ങനെ അവർ ഒരുപാട് കമ്മ്യൂണിറ്റീസൊക്കെ പുറത്ത് മെൻ്റലിസ്റ്റുകൾക്കൊക്കെ ഉണ്ട്. പക്ഷേ മീൻസ് കേരളത്തിൻ്റെ അകത്തുള്ള കുറേ ഇതൊക്കെ ഉണ്ടാവും. പക്ഷേ എനിക്ക് അതിനോടൊന്നും വലിയ എനിക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എൻ്റെ രീതിയിൽ നിൽക്കാനാണ് ഇഷ്ടം. പക്ഷേ എനിക്ക് ഒരു കണക്ഷൻ ഉള്ളത് ആദിചേട്ടനാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആദിചേട്ടനെ. ആദിചേട്ടനും എൻ്റെ അടുത്തൊരു ബ്രദർലി അങ്ങനെ ഒരു വൈബിലാണ്. അപ്പം ഇടയ്ക്ക് വെച്ചൊരു പോയിന്റിൽ വെച്ച് ആദിചേട്ടനാണ് ഇവിടെ ഇത് ഫസ്റ്റ് ടൈം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. പിന്നീട് അതിനെ ഒരു ജനകീയമാക്കാൻ എനിക്കും ഒരു അവസരം കിട്ടി, ഭാഗമാകാൻ പറ്റിയെന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്ക് ഞങ്ങളിങ്ങനെ സംസാരിക്കുന്ന സമയത്ത് ഒരു മെയിൻ പോയിന്റ് ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഇൻഡസ്ട്രിക്ക് ഒരു ഗ്രോത്ത് ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇതിലുള്ള ഓരോ ആൾക്കാരും യുണീക്കായിട്ട് ചെയ്യണം. എങ്കിൽ മാത്രമേ ഇൻഡസ്ട്രിക്ക്, അത് ഏതൊരു ഇൻഡസ്ട്രി ആയാലും അങ്ങനെയാണ്. അപ്പോൾ ആ ഒരു രീതിയിലായാലും എനിക്ക് ഒരുപാട് അഡ്വൈസൊക്കെ ആൾ തരാറുണ്ട്. അപ്പം ഭയങ്കര ഒരു വൈബ് കമ്പനിയാണ് ഞങ്ങൾ. അനന്തുവിന്റെ വീഡിയോസിലൂടെ നമ്മൾ കണ്ടിട്ടുള്ള ഒരു പല ഐറ്റംസ് ഉണ്ട്, അത് ചെയ്യുന്ന രീതിയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പല കാര്യങ്ങളും ഇന്ന് മെന്റലിസം അല്ലെങ്കിൽ ജസ്റ്റ് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ, ഇപ്പൊ ചെറുത് മുതൽ വലുത് വരെയുള്ള ഒരുപാട് ആൾക്കാർ സെയിം ഐറ്റംസ് സെയിം രീതികളിൽ ചെയ്യുമ്പോൾ ആ ഒരു കോപ്പി ചെയ്യുന്ന ഒരു ഫീല് നമ്മൾ കാണുന്നവർക്ക് ഉണ്ടാവുന്നുണ്ട്. എനിക്ക് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കോപ്പിയിങ് ആണ് പലരും ചെയ്യുന്നതെന്ന് തോന്നുന്നുണ്ടോ? ഓക്കെ, ആരും തെറ്റ് പറയുന്നതല്ല കേട്ടോ. ചിലപ്പം ചില ആൾക്കാർ ഈ പറഞ്ഞ പോലെ കണ്ട് ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്കത് മനസ്സിലാവും. എൻ്റെ ഒരുപാട് അനിയന്മാർ ഇപ്പോൾ മെൻ്റലിസം ഇൻഡസ്ട്രിയിലുള്ള ഒരുപാട് പിള്ളേരൊക്കെ വന്നിട്ട് എൻ്റെ അടുത്ത് പറയാറുണ്ട്, ചേട്ടാ അപ്പോൾ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നുണ്ട്. മുതിർന്നവരുണ്ട്, സീനിയേഴ്സ് ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്, ഇഷ്ടം കൊണ്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട്. അവരോടൊക്കെ എനിക്ക് റെസ്പെക്റ്റാണ്. എന്നെ ഇപ്പോഴും വിളിക്കുന്ന ഒരുപാട് പേരുണ്ട്. സ്റ്റിൽ അനന്തു എന്താണ് വീഡിയോസ് ഒന്നും ഇടാത്തതെന്നൊക്കെ ചോദിച്ച് വിളിക്കുന്ന പുതിയ ആൾക്കാർ ഒരുപാട് പേരുണ്ട്. പക്ഷേ അവരോടായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചേട്ടന്മാരും അനിയന്മാരും എല്ലാവരും ഇപ്പോൾ ഒരുപാട് അനിയത്തിമാർ പെൺകുട്ടികൾ ഒരുപാട് വരുന്നുണ്ട്. ഇപ്പം മെൻ്റലിസം നല്ല കാര്യമാണ്. അപ്പം എല്ലാവരും ചെയ്യുമ്പോഴത്തേക്കും നിങ്ങളുടേതായിട്ടുള്ള ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി നിങ്ങൾ കൊണ്ടുവരാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അതിപ്പം ഏത് മേഖലയിലും അങ്ങനെ തന്നെ ആവണം എന്നുള്ളതാണ്. ഓക്കെ, എഫക്റ്റുകളൊക്കെ ഒരു കോമൺ ആയിട്ട് കുറേ എഫക്റ്റുകൾ ഉണ്ടായിരിക്കുമായിരിക്കും. പക്ഷേ അതിലും നിങ്ങൾക്ക് വേറെ രീതിയിൽ ചെയ്യാമല്ലോ. അത് ഒരേ പാറ്റേണിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഗ്രോത്ത് ഉണ്ടാവില്ല. ഞാൻ നിങ്ങളുടെ ഒരു ഇതിനെ ആരെയും ക്രിട്ടിസൈസ് ചെയ്ത് പറയുന്നില്ല. നിങ്ങൾക്കൊരു വളർച്ച ഉണ്ടാവണം എന്നുള്ള ഇതും കൂടെ കൊണ്ട് പറയുന്നതാണ്. മറ്റൊരു രീതി പിടിച്ച് ചെയ്യും, അതായിരിക്കും ഏറ്റവും നല്ലത്. അത് കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഹൈലൈറ്റഡ് ആവും. ഇപ്പോൾ അനന്തുവിന്റെ വീഡിയോസ് അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ ആരെങ്കിലും അനന്തുവിനോട് വന്ന് പറഞ്ഞിട്ടുണ്ടോ, എന്താ പറയാ, ഇത് ഇപ്പോൾ ശരിക്കുള്ളതല്ലല്ലോ, നീ ഇപ്പോൾ പ്ലാൻ ചെയ്ത് ചെയ്യുന്നതല്ലേ, അല്ലെങ്കിൽ നീ ചുമ്മാ ചെയ്യുന്നതല്ലേ, അങ്ങനെ തട്ടിക്കൂട്ടി ചെയ്യുന്നതല്ലേ, അങ്ങനെ പണ്ട്. ഇപ്പം എനിക്ക് അങ്ങനെ വലിയ കമന്റ്സ് റയറായിട്ട് വരും. എന്നാൽ ഇപ്പോൾ ഈ പറഞ്ഞ പോലെ നമ്മൾ നേരിട്ട് അധികാരം പറയാറില്ല. ഇല്ല, കാര്യം നമ്മൾ നേരിട്ട് അങ്ങനെ ഒരുപാട് പേർക്ക്
എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട് ആൾക്കാർ ഇപ്പം ലൈക്ക് ഷോയിൽ വരുമ്പോഴേ. അപ്പോൾ ഈ ഷോ കാണാൻ തുടങ്ങിയതിന് ശേഷം അങ്ങനെ വലിയ പ്രശ്നമൊന്നുമില്ല. പിന്നെ അറിയാമല്ലോ ഇപ്പോൾ എല്ലാവർക്കും അറിയാം ഇതൊരു ആർട്ടാണ്, അങ്ങനെ തന്നെ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങിയ ആൾക്കാർ ഉണ്ടെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ഇപ്പൊ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒരു സംഭവം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ ഷെയർ ചെയ്യാം. ഓക്കെ. ഇപ്പൊ അനന്തുവിന്റെ ഒരു ഷോന്റെ സമയത്ത് എനിക്കറിയുന്ന പേഴ്സണലി അറിയുന്ന ഒരാള് ഫസ്റ്റ് അനന്തു ഇങ്ങനെ മെന്റലിസം കാര്യങ്ങൾ, അനന്തുവിന് ഒരു അവാർഡ് കിട്ടിയൊരു മൊമെന്റിലാണ്. അപ്പോൾ മെന്റലിസം എന്നുള്ള സാധനമൊക്കെ പറയുമ്പോൾ ആള് പേഴ്സണലി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞങ്ങൾ ലിസ്റ്റ് ഇങ്ങനെ തയ്യാറാക്കുന്ന സമയത്ത് അതൊക്കെ ചുമ്മാതാ, അതൊക്കെ വെറുതെയാവും എന്നുള്ളൊരു സാധനം പറഞ്ഞ് കളിയാക്കിയൊരു സാധനം ഉണ്ടായിരുന്നു. അതേ ആളെ അനന്ത് വണ്ടർ അടുപ്പിച്ചൊരു മൊമെന്റ് എനിക്ക് നേരിട്ട് എക്സ്പീരിയൻസ് ഉണ്ട്. ആളെ ഞാൻ പറയില്ല ഒരിക്കലും. അങ്ങനെ ഒരു ഇത് ഉണ്ടായിട്ടുണ്ട്. കാരണം ആ ലാസ്റ്റ് അവിടുന്ന് ഇറങ്ങി അനന്തുവിൻ്റെ ഒരു ഐറ്റം ഇരയായ ശേഷം ഇറങ്ങി വന്നിട്ട് പിന്നെ ഞാൻ ചോദിച്ചു, ഞാൻ സ്റ്റേജിന്റെ പുറത്തെത്തിയപ്പോൾ ഞാൻ ചോദിച്ചു, ചേട്ടപ്പം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. അപ്പൊ എന്നോട് പറഞ്ഞു ശരിയല്ലേ സത്യമല്ലേ എന്ന് പറഞ്ഞൊരിതുണ്ട്. അപ്പൊ കാണുന്നവരത് ഒരു വട്ടം എക്സ്പീരിയൻസ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും അത് പറയില്ല. മനസ്സിലായി. പിന്നെ എന്തൊക്കെയാണ് ഇനി പുതിയ പ്ലാനുകളൊക്കെ ആയിട്ട് പോകുന്നത്? കുറെ എന്തൊക്കെ പഠിക്കുന്നുണ്ട് എന്നൊക്കെ കേട്ടായിരുന്നു. മെന്റലിസം ഓക്കെ നമ്മളൊരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. പക്ഷേ അതല്ലാതെ എനിക്ക് വേറെ കുറച്ച് മെന്റലിസത്തിനേക്കാളും കുറച്ചുകൂടെ ഒരു ആൾക്കാർക്ക് ഒരു ആർട്ട് ഫോമായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പാകത്തിനൊരു ഒരു ഒരു സാധനം ഞാൻ ക്രാഫ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്കറിയില്ല, അത് ഒരു പുതിയൊരു സാധനം ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിന് ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. അതിൻ്റെ ഒരു വർക്കിലാണ്. നോക്കാം, ശരിയാവുമെന്നറിയില്ല. നോക്കാം. പുതിയ വല്ല മേഖലയും ഞാൻ മാറുന്നത് കാല് ചെറുതായിട്ടൊന്ന് വേദനയ്ക്ക് പിടിച്ചു തുടങ്ങി. മനസ്സിലാവും. അമ്മാവാന്ന് വിളിച്ചതല്ലേ? എന്നെയും കാട്ടിൽ എത്ര വയസ്സിന് പ്രായം ചേച്ചി അല്ല അമ്മായി 2 വയസ്സിന് മൂത്തതാണ് ഞാൻ. ശരി. പക്ഷെ ഇവിടെ പ്രായത്തിന്റെ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങുന്നത് അവിടെ. ഇങ്ങനെ ഇരിക്കുമ്പോഴേ നമ്മളെ കാലിങ്ങനെ ഭയങ്കര ഇതാവുന്നില്ല, അങ്ങനെ ടൈറ്റ് ആവുന്നതാ. പക്ഷെ എനിക്കില്ലല്ലോ, നമുക്കൊരു കുഴപ്പമില്ല. ശരി, ഞാൻ തോറ്റി വന്നു. ശരി, ആയിക്കോ. ഒരു വടി കൊടുത്തു കഴിഞ്ഞാൽ അവൻ കുത്തി നടക്കും. ഓക്കെ. അല്ല മറ്റേ സിനിമയിൽ ജഗതി ചേട്ടൻ പറയുന്നത് ചോദിക്കുന്നു എന്റെ അമ്മൂമ്മയുടെ ചോദ്യം. അടുത്ത ചോദ്യം ചോദിക്കും. അപ്പൂപ്പനോടാണ് ഞാൻ ചോദിക്കുന്നത്. എന്തായാലും ഷോ വെച്ചിട്ടും നാട്ടിലിറങ്ങിയിട്ടും ഒക്കെ ആൾക്കാരെ ഞെട്ടിച്ചോണ്ട് നടക്കുന്നതല്ലേ. എന്നെ എന്തായാലും ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? എന്ത് ചെയ്യാൻ? അങ്ങനെയല്ല, എന്തെങ്കിലും ഒരു ഐറ്റം എനിക്കിട്ട് പരീക്ഷിക്കാം. ഞാൻ ഒരു കാര്യം ചെയ്യും, ചുമ്മാ ഒരു രസത്തിന്. മെന്റലിസം അല്ല, ഞാൻ ഈ പറഞ്ഞ പോലെ മെന്റലിസം ഒക്കെ ഞാൻ പതിയെ മാറ്റിയിട്ടേ വേറെ കുറച്ച് പരിപാടി ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ചുമ്മാ ചെയ്യാം. സ്മൈൽ ചെയ്തു, ഇപ്പം ചിരിച്ചില്ലേ? എനിക്കറിയാം, എനിക്കിതൊക്കെ ആവശ്യം. ഞാൻ ആ ബ്ലിങ്ക് റേറ്റ് ഒക്കെ ചുമ്മാ നോക്കുമായിരുന്നു കണ്ണിൻ്റെ. അത് പറഞ്ഞപ്പോൾ കണ്ണടച്ചു വരിക. ഇപ്പം ഷോൾഡർ ഇങ്ങനെ അപ്പായി. ഇത് ഇന്നലെ വല്ലതും കണ്ണ് നിറഞ്ഞിട്ടുണ്ടായിരുന്നോ? കരഞ്ഞിട്ടില്ല, പക്ഷെ കണ്ണ് നിറഞ്ഞിട്ടുണ്ട്. ഒരു കാര്യം ചോദിക്കട്ടെ, റീസെൻ്റ് ആയിട്ട് വണ്ടിയിൽ നിന്നെങ്ങാനും വീഴോ അങ്ങനെ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നോ? റീസെൻ്റ് ഒരു ബിറ്റ്വീൻ ഒരു 3-4 മാസത്തിൻ്റെ ഗ്യാപ്പിനിടയിൽ ഒരു ആക്സിഡൻറ്റ് പറ്റിയിരുന്നോ? മെന്റലിസം ഒന്നുമില്ല, ഇതൊക്കെ ഒബ്സർവേഷനാണ്. ആ കൈമുട്ടിൽ ഞാൻ കണ്ടായിരുന്നു ആ മുറിഞ്ഞതിൻ്റെ, ഒന്ന് കാണിച്ചു കൊടുക്കുമെന്നേ. ആൻഡ് ഓൾസോ കാലിലൊരു മുറിവിൻ്റെ പാടുണ്ട്. ഉണ്ടോ? കാല് പൊക്കി തുടങ്ങുന്നതിന് മുൻപ് കണ്ടതാണോ? ഇവനിത് എവിടെയൊക്കെയായി നോക്കുന്നത്? ഇത് നമ്മളെ ആർട്ടിന്റെ ഭാഗമാണ്. ദിസ് ഇസ് പാർട്ട് ഓഫ് ഒബ്സർവേഷൻ ആണ്. കമന്റിൽ നീ വായി നോട്ടത്തിനൊക്കെ ഫ്രീക്ക് പേര് വന്നു, ഒബ്സർവേഷൻ. തെറ്റിദ്ധരിക്കണ്ട, വായ്നോട്ടല്ല. ഇപ്പോൾ ഈ ബ്രേക്കപ്പ് റിലേറ്റഡ് ഇഷ്യൂസ് ഇങ്ങനെ കുറേ ആൾക്കാരിങ്ങനെ കുറേ ആയിട്ട് കേൾക്കുന്നു. എനിക്ക് ഒരുപാട് മെസ്സേജൊക്കെ വരാറുണ്ട്, ചേട്ടാ ഇങ്ങനെ അത് അങ്ങനെയാണ്. നമ്മൾ ഒരാളിനെ ആത്മാർത്ഥമായിട്ട് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ആ ഒരു റിലേഷൻ അത്രയും സിൻസിയറായിട്ട് ഈ ഹൃദയത്തിൻ്റെ വടക്കിഴക്കേ അറ്റത്തെന്നൊക്കെ പറയുന്നില്ല, ആ ഒരു കോണിൽ ഇങ്ങനെ അതിങ്ങനെ പതിഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പെട്ടെന്നൊക്കെ അങ്ങ് തിരിച്ചു വരാൻ ഭയങ്കര പ്രയാസമാണ്. അതൊരിക്കലും ആരുടെയും കുറ്റമല്ല. ചിലർ പറയും, അവൻ അതിൻ്റെ പുറകെ നടന്ന് അവൻ്റെ ലൈഫ് കളഞ്ഞു, അവൻ ജീവിതം കളഞ്ഞു. പക്ഷേ അത് അനുഭവിക്കുന്നവർക്കേ ആ ഒരു പെയിൻ മനസ്സിലാവുള്ളൂ. സീരിയസ്ലി എനിക്ക് എന്നോട് ഒരുപാട് പേര് ഇപ്പോൾ റീസെൻ്റായിട്ട് സൂയിസൈഡ് ഇഷ്യൂസൊക്കെ ഒരുപാട് ഇപ്പോൾ അതിൻ്റെ പേരിൽ കൂടുന്നുണ്ട്. അപ്പോൾ എല്ലാവരോടും ഒന്നേ പറയാനുള്ളൂ, നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ഭയങ്കര ചലഞ്ചിങ് ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആണെന്ന് എനിക്ക് മനസ്സിലാവും. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ നിങ്ങൾ ഈ ജീവിക്കുന്നതിന് അർത്ഥമില്ല എന്നുള്ള തോട്ട്സ് വരും, അല്ലെങ്കിൽ ഇത്രയും നാളുണ്ടായിരുന്ന ഹാപ്പിനെസ് ഉള്ളൊരു ലൈഫ് ഇനി കിട്ടില്ല എന്ന് തോന്നും. എന്തൊക്കെ വന്നാലും ഒരൊറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കുക, ലൈഫ് എന്ന് വെച്ചാൽ ഒരു കയറ്റം ഉറക്കം എന്നൊക്കെ പറയുന്ന പോലെ മറ്റേ ഒരു ഗ്രാഫ് പോലെയാണ്. അത് ഈ
വിഷമങ്ങളും സങ്കടങ്ങളൊക്കെ വരും. പക്ഷേ ഇതിൻ്റെ അപ്പുറത്ത് നിങ്ങൾ ചിലപ്പോൾ ഈ ഒരു പോയിന്റിൽ ജീവിതം അവസാനിപ്പിച്ച് കഴിഞ്ഞാൽ അവിടെ തീരും. പക്ഷേ നിങ്ങളൊന്ന് ജീവിച്ചു നോക്ക്. അത് ഒരിക്കലും ആർക്കും ആരെ കൊണ്ടോ ഒന്നും മറക്കാനൊന്നും പറ്റില്ല. ആ വേദനകളുടെ അടുത്തിട്ട് യൂസ്ഡ് ആയിട്ട് പോകാൻ പറ്റും. ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അങ്ങനെയാണല്ലോ, നമുക്ക് അയാളെ മറക്കാൻ പറ്റില്ല. പക്ഷേ ആ പെയിനോട് നമുക്ക് ലൈക്ക് അത് നമുക്ക് ശീലമാവും. ആ പെയിന് ശീലമാവും. അങ്ങനെ പെയിന് ശീലമായി എപ്പോഴും ഉണ്ടാവും ഉറപ്പായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, ഞാനൊരു റീലിൽ പറഞ്ഞിട്ടുണ്ട്, ഞാനിങ്ങനെ ചുമ്മാ വന്നിട്ട് എല്ലാം ശരിയാവുമെന്ന് പറഞ്ഞിട്ടൊന്നും ശരിയാവാനൊന്നും പോകുന്നില്ല. ലാലേട്ടൻ പറഞ്ഞ പോലെ എവിടെ ശരിയാവാൻ, എന്ത് ശരിയാവാനെന്ന്. പക്ഷേ ശരിയാവും. ഒരു പോയിന്റ് കഴിയുമ്പോഴത്തേക്കും ആ ഒരു ഹോപ്പിൽ ജീവിക്കുക എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് അനന്തു നേരത്തെ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ ചില കാര്യങ്ങളിൽ നിന്ന് റിക്കവറി ആവാൻ ഞാൻ തന്നെ സ്വയം ശ്രമിച്ചിട്ടാണ്. അതിൽ ഒരുപാട് ക്രെഡിറ്റ് ഒന്നും ഞാൻ തരുന്നില്ല. പക്ഷെ ഒരു 10% അല്ലെങ്കിൽ ഒരു 50% ഒക്കെ ക്രെഡിറ്റ് അനന്തുവിന്റെ വീഡിയോസിനും ഉണ്ട്, ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് കണ്ടിരുന്നു ആ സമയത്ത്. ഈവൻ എൻ്റെ ഫ്രണ്ട്സിന് അറിയാം, സ്ഥിരമായിട്ട് എൻ്റെ സ്റ്റാറ്റസുകളിൽ നിറഞ്ഞിരുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ അന്നോട്ടെ അവരെല്ലാം കളിയാക്കും, ഓ അനന്തു ഫാൻ തുടങ്ങിയല്ലോ, രാവിലെ സ്റ്റാറ്റസ് കയറി തീവണ്ടി പോലെ. അപ്പൊ കാരണം ആ ഒരു മൊമെന്റ്സ്, കാരണം എനിക്ക് ഓരോന്ന് കാണുമ്പോഴും എനിക്ക് റിലേറ്റീവ് ആണ്, ഓരോന്ന് കണക്ഷൻ ആവും. അപ്പൊ ഞാൻ ചിലപ്പോ ഈ പറഞ്ഞ പോലെ മറക്കാൻ ശ്രമിക്കുന്ന സാധനമാവും ചിലപ്പോ വീഡിയോ കാണുമ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് കയറിക്കൊള്ളാം. അപ്പൊ ഞാനത് എടുത്ത് ഷെയർ ചെയ്യും. ഇത് ഇപ്പോഴും ഉണ്ട് കേട്ടോ. എനിക്ക് കണക്ഷൻ ആവുമ്പോൾ ചിലർ എപ്പോഴും വന്ന് ചോദിക്കും, എൻ്റെ ഇൻസ്റ്റയൊക്കെ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം. അപ്പോൾ ഫ്രണ്ട്സ് വന്നിട്ട് ചോദിക്കും, നീ ഇപ്പോഴത് വിട്ടില്ലേ, അല്ലെങ്കിൽ എന്താ പറയുക, എന്ത് വീണ്ടും പുതിയത് വല്ലതും ആയോ. ചിലപ്പോൾ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടാവും, അല്ലെങ്കിൽ ചിലപ്പോൾ ബ്രേക്കപ്പ് ആവും, ചിലപ്പോൾ വേറെ എന്തെങ്കിലും സാഡ് മോഡാവും. പക്ഷെ എനിക്ക് ഒരിക്കൽ എൻ്റെ ലൈഫിൽ റിലേറ്റീവ് ആയി അല്ലെങ്കിൽ ഒരു സ്പാർക്ക് ഫീൽ ചെയ്തു എന്ന് തോന്നുന്ന ഒരു സാധനം കണ്ടു കഴിഞ്ഞാൽ ഞാൻ എപ്പോഴായാലും അത് ഷെയർ ചെയ്യാറുണ്ട്. അത് എന്തോ എനിക്കങ്ങനെ തോന്നും, ഞാനത് ചെയ്യും. അന്നു അപ്പൊ ശരിക്കും ഇപ്പോ ഒരാളുടെ മനസ്സ് വായിക്കാൻ അല്ലെങ്കിൽ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ അനന്തുവിന് പറ്റുന്നുണ്ട്. ഇത്രയും നേരം പറഞ്ഞല്ലോ, എന്റെ മനസ്സിലുള്ള പല കാര്യങ്ങളും അനന്തു ഇപ്പൊ കണ്ടുപിടിച്ച് പറഞ്ഞു. ഒരു പക്ഷെ നമ്മൾ ഈ സ്പോട്ടിലുള്ള ഇത് അല്ലെങ്കിൽ പോലും ലൈഫിൽ കഴിഞ്ഞ പല കാര്യങ്ങളായാലും നമ്മുടെ ഒരു ചിന്തയിലൂടെ അനന്തു പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ശരിക്കും ഒരാളുടെ കാര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് പലപ്പോഴും തോന്നും, ഇപ്പോൾ ഈവൻ നമ്മുടെ സ്വയം എൻ്റെ കാര്യം എടുക്കുകയാണെങ്കിൽ പോലും അല്ലെങ്കിൽ വേറൊരാൾക്ക് കാര്യം എടുക്കുമ്പോഴും നമ്മുടെ ഈ പറഞ്ഞ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഉണ്ടാവുന്ന ഇഷ്യൂസ് ഈ പറഞ്ഞ പോലെ പരസ്പരം മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ടാവുന്ന കാര്യങ്ങളാണ്. പലതും ബ്രേക്കപ്പ് ആവുന്നതും എല്ലാം. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷന് അനന്തുവിന് പേഴ്സണലി, അതായത് ഇപ്പോൾ അറിയാം അനന്തുവിന് ഓപ്പോസിറ്റ് നിൽക്കുന്ന ഒരാളെ അല്ലെങ്കിൽ അടുത്ത് സംസാരിച്ച് കഴിയുമ്പോൾ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്, അല്ലെങ്കിൽ ആളുടെ തോട്ടിനെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ അനന്തുവിൻ്റെ റിലേഷൻഷിപ്പ് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങനത്തെ പ്രശ്നമില്ലാതെ ഹാപ്പി ആയിട്ട് പോകാൻ പറ്റുമോ? വ്യക്തമായില്ല. ഞാൻ എന്തൊക്കെയാ പറഞ്ഞു വരുന്നത്, ഇത് എവിടെ ചെന്നാ ഞാൻ അതിന്റെ എൻഡ് പോയിന്റ് ഇത് എവിടെ ചെന്ന് നിൽക്കുമെന്നുള്ള ശരിക്കും പറഞ്ഞ ഒരൊറ്റ കാര്യ, ഒരു അനന്ത ഒരു റിലേഷൻഷിപ്പിൽ ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ സാധാരണ ഉള്ളവരുടെ പോലെ പ്രശ്നങ്ങളില്ലാതെ മുന്നോട്ട് പോകാൻ പറ്റുമല്ലേ? കാരണം ആള് ഇന്നത് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് അനന്തുവിന് മനസ്സിലാക്കാൻ പറ്റും. ഞാൻ മറ്റേ കമന്റ് ബോക്സിലൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, ഇവന് പെണ്ണ് കിട്ടത്തില്ല, ഇവനെ ഏത് പെണ്ണിങ്ങനെ മറ്റേ സ്നേഹിക്കും, ഞാനിങ്ങനെ ഇവനൊക്കെ ശപിക്കുവാണോ ഞാനിങ്ങനെ കമന്റ് നോക്കി ഞാൻ സങ്കടപ്പെട്ടിട്ടുണ്ട് സീരിയസ്ലി. ഇവന്റെ അടുത്ത് ഇങ്ങനെ കല്യാണം കഴിക്കാൻ പെൺകുട്ടികൾക്ക് പേടിയായിരിക്കും. എന്തിനാ? പക്ഷെ അവിടെ എന്താ അറിയോ, ഒരു കള്ളത്തരം ചെയ്യുന്നവര് ചിലപ്പോൾ പേടിക്കേണ്ടി വരും. പക്ഷെ നേരിക്ക് നിൽക്കുന്നത് അല്ലെങ്കിൽ ജെന്യൂനായിട്ട് നിൽക്കുന്നവർക്കാണെങ്കിൽ അവരുടെ ഭാഗ്യമല്ലേ. അതായത് പ്രശ്നം ഉണ്ടാക്കാതെ അവർ കറക്റ്റ് അവരെന്താണോ ആഗ്രഹിക്കുന്നത് ആ രീതിക്ക് അനന്ത് പെരുമാറി പൊക്കോളൂ. ഇത് നമുക്ക് അത്ര വലിയ ബന്ധങ്ങളിലേക്കൊക്കെ പോണോ ശിവൻകുട്ടി? നമുക്ക് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ജ്യൂസ് ഒക്കെ തീർന്നായിരുന്നു അവിടെ. പറ അടുത്ത കാര്യങ്ങളല്ലേ, പെൺകുട്ടികൾ വേഗം അപ്പോയിന്റ്മെന്റ് കൊടുത്തോളൂ. അപ്പോയിന്റ്മെന്റോ? എന്തിന്? അപേക്ഷ ഫോം അടുത്ത ചോദിക്കും. ഇത്രയും നല്ല അവസരല്ലേ? എന്തവസരം? പിന്നെ എല്ലാ റിലേഷൻഷിപ്പും ബ്രേക്കപ്പ് ആവണ മെയിൻ പറഞ്ഞ മനസ്സിലാക്കാത്ത ഇഷ്യൂ മനസ്സിലാക്കലേ ഉണ്ടാവുള്ളൂ. ഇപ്പം എനിക്ക് ദേഷ്യം വരുന്ന മൊമെന്റ്സ് ഉണ്ട്, പക്ഷേ ഞാൻ ദേഷ്യം കൺട്രോൾ ചെയ്യാറുണ്ട് കേട്ടോ. അത് ഒരു പോയിന്റ് വരെ എന്നെ അങ്ങനെ ദേഷ്യപ്പെട്ട അധികാരം കണ്ടു കാണാൻ ചാൻസ് ഇല്ല. പക്ഷേ ഒരു പ്രശ്നമുണ്ട്, അത്യാവശ്യം നല്ല കാമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവും. അങ്ങനെ ഒരു കാറ്റഗറി ഓഫ് ആൾക്കാരുണ്ട്, അതിന്റെ എക്സ്ട്രീം ആയിരിക്കും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതിന്റെ ഒരു എക്സ്ട്രീം ആയിരിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഇമോഷണലി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എനിക്കും ഉണ്ട്. ഞാനൊരു സാധാരണ ആളാണ്, എന്നെ അങ്ങനെ കണ്ടാൽ മതി രേഷ്മ, അങ്ങനെ കണ്ടാൽ മതി, വേറെ ഒന്നും വേണ്ട.
ഏറ്റവും ലാസ്റ്റ് പൊട്ടിത്തെറിച്ചിട്ടുള്ള സംഭവം എന്താ? എത്ര മുന്നേ ഓർമ്മ ഉണ്ടോ? അത് ഈ ഒരു ഇവന്റ് റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഡിസ്കഷൻ വന്ന സമയത്ത് നമുക്ക് ഒരു ഡിസ്കഷനായിരുന്നു. അപ്പോൾ ആ ഡിസ്കഷനിൽ എനിക്ക് എൻ്റേതായിട്ടുള്ള ചില ശരികളും എൻ്റേതായിട്ടുള്ള ചില എത്തിക്സുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനപ്പുറത്തേക്ക് എന്നോട് ഒരാൾ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിനിപ്പോൾ എത്ര കോടി തരാമെന്ന് പറഞ്ഞാലും എനിക്കത് ഉൾക്കൊള്ളാൻ പറ്റില്ല. ഒരു പോയിന്റിൽ ചില ആൾക്കാർ വന്നിട്ട് അവരുടെ ഡിമാൻഡ്സുകളൊക്കെ പറഞ്ഞ് നമുക്ക് മെൻ്റലിസം വെച്ചിട്ട് ഇങ്ങനെ ചെയ്യണം, അതിനെ ഇങ്ങനെ നമുക്ക് മാർക്കറ്റ് ചെയ്യണം. ഒരു മാർക്കറ്റിങ്ങിനും ചേട്ടാ ഞാനില്ല, അത് നിങ്ങൾ വേറെ ആൾക്കാർ ഉണ്ടാവും, അതൊക്കെ ചെയ്യുന്ന വേറെ ആരെങ്കിലും ചെന്ന് സംസാരിച്ചാൽ മതി. ഞാൻ ആ പരിപാടി വെച്ചാൽ ഓക്കെ പ്രൊമോഷനോ അല്ലെങ്കിൽ അത് ചെയ്യുന്നില്ല എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. മെൻ്റലിസത്തിനെ വേറൊരു ആസ്പെക്റ്റിൽ ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ മെൻ്റലിസം വെച്ചിട്ട് അനന്തുവിന് ഇതൊരു സിക്സ്ത് സെൻസ് സാധനമാക്കി മാറ്റാൻ പറ്റും, അത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്തുകൂടെ, ഇങ്ങനെയൊക്കെ. എൻ്റെ ടെമ്പർ പോയി, അത് നമുക്ക് പറ്റാത്ത കാര്യം. എനിക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോഴത്തേക്കും അവർ പറയും അയ്യോ എന്താ അത്രയും വലിയ പൈസ തരാമെന്ന് പറയുന്നില്ല, ഇതുപോലെയുള്ള ചാൻസ് വേറെ കിട്ടും. എന്ത് ചാൻസ്? നമുക്ക് അൾട്ടിമേറ്റ് നമുക്ക് മനസ്സിൻ്റെ ഒരു സമാധാനമാണ്. ഇപ്പം ഞാൻ അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എനിക്കറിയാം, ഞാൻ പിന്നെ റിഗ്രറ്റ് അടിച്ച് ചാവും, ഞാൻ പിന്നെ കുറ്റബോധം വന്ന് ഞാൻ യാന്ത്രികമായി പോകും. ഞാൻ എത്തിക്സ് ഉള്ള കള്ളനാ. അതെ 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 അത് കറക്റ്റ് വേർഡാട്ടോ, എത്തിക്സ് ഉള്ള കള്ളനാ. അതെ ഞാൻ ഈ സ്റ്റേജിൽ ട്രിക്സ് യൂസ് ചെയ്യാറുണ്ട്. ഇപ്പം എന്ത് ചെയ്താലും ഞാൻ ഈ പറഞ്ഞ പോലെ അതാ പോയിന്റ് അതാണ്. അല്ല അതാണ് നല്ലത് എപ്പോഴും. നമുക്ക് ഇപ്പം എന്തൊക്കെ നെഗറ്റീവ് വന്നാലും നമ്മൾ നമ്മുടെ എത്തിക്സിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അത് വേറെ ആരെയും ബോധിപ്പിക്കണ്ട, നമുക്ക് നമ്മളെ ബോധിപ്പിച്ചാൽ മതി. അപ്പോൾ അനന്തുവിന്റെ റോൾ മോഡലായിട്ടുള്ള ഡോക്ടർ സണ്ണി പറ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ. ഈ ചുമ്മാ ആവശ്യമില്ലാതെ അവിടെ പോയി ഇവിടെ അത് പറ അതൊക്കെയാണ് എനിക്ക് ആവശ്യം. റോൾ മോഡൽ കേട്ടത് അനന്ത് ഫുൾ പറ. ശരിക്കും അങ്ങനെ വല്ല നാഗവല്ലിനെ ഒഴിപ്പിക്കാൻ ഒരു അവസരം കിട്ടി അനന്ത് എന്ത് ചെയ്യും? നാഗവല്ലി ഒഴിപ്പിക്കാന്നല്ല, ഞാൻ ഡോക്ടർ സണ്ണി ക്യാരക്ടർ അനാലിസിസ് ഞാൻ എടുക്കുന്നത് ആക്ച്വലി നാഗവല്ലി അത് മാത്രമല്ല. നാഗവല്ലി അയ്യോ ശോഭന മാം ഞാൻ ഭയങ്കര ഫാൻ ബോയ് ആട്ടോ ആളുടെ. അത് മാത്രം ഒരു കാരണം കൊണ്ടല്ല, ആളുടെ മനുഷ്യ മനസ്സുകളെ കുറിച്ചിട്ടുള്ള കുറേ കാര്യങ്ങൾ, കുറേ ഡയലോഗ്, ഒരു ഭ്രാന്തനെ പോലെ സഞ്ചരിക്കാനൊക്കെ എനിക്ക് ഇഷ്ടമാണെന്നൊക്കെ പറയുന്ന സാധനങ്ങളൊക്കെ കുട്ടിക്കാലം മുതലേ ആ ഡയലോഗ്സ് ഒക്കെ എൻ്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞ് കിടക്കുകയാണ്. അപ്പോൾ പണ്ട് തൊട്ടേ ഞാനിങ്ങനെ വീട്ടിലൊക്കെ ഇങ്ങനെ ചുമരിലൊക്കെ ഇങ്ങനെ എഴുതിയൊക്കെ ഇടും മണിച്ചിത്രത്താഴിലെ ഡയലോഗുകളൊക്കെ. അപ്പോൾ അതൊക്കെ നമ്മളെ ഷോയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പം എനിക്കിഷ്ടമാണ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അനന്തുവിന്റെ പെർഫോമൻസ് ഒക്കെ ചെയ്യുന്ന വീഡിയോസ് ഒക്കെ കാണുമ്പോഴേ എപ്പോഴും പറയുന്ന ഡയലോഗ് ഉണ്ട്, അതായത് പറയുന്ന സാധനം കണക്റ്റ് ആയി ശരിയായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അനന്ത് ഓസം എന്ന് പറയണം, അതല്ല തെറ്റിപ്പോയി കഴിഞ്ഞാൽ അനന്തുവിനെ പിടിച്ചടിക്കണം എന്നുള്ളത്. ഈ അടി കിട്ടിയുള്ള സന്ദർഭം ഉണ്ട്. പിന്നെ ഷോയ്ക്ക് എത്ര തവണ കിട്ടിയിട്ടുണ്ടെന്നറിയോ? എത്ര അടി കിട്ടിയിട്ടുണ്ട് സീരിയസ് ആയിട്ട്. എന്നിട്ട് അതല്ല ഷോ കഴിയുമ്പോഴത്തേക്കും മെന്റലിസ്റ്റ് അനന്തുവിനെ സ്റ്റേജിൽ വെച്ച് യുവതി ചെയ്ത് കണ്ടാൽ നിങ്ങൾ ഞെട്ടും എന്ന് പറഞ്ഞിട്ട് ഇവന്മാരിങ്ങനെ യൂട്യൂബിൽ വീഡിയോ എടുത്തോണ്ടിരിക്കും എല്ലാവരും. ഞാൻ പേടിച്ചിട്ടുണ്ട്. ആ ക്ലിപ്പ് ഞാൻ ആലോചിച്ച് ആ ക്ലിപ്പ് മാത്രം എടുത്തിട്ട് ആരെങ്കിലും എടുത്തിട്ട് അടി കിട്ടുന്ന സാധനം. ശരിയാ, എന്തിനാ നേരത്തെ പറഞ്ഞ വായ്നോട്ടത്തിനാണോ വല്ല പെണ്ണ് കേസിനാണോ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? അതല്ലേ പേടി. അല്ല സ്റ്റേജിൽ അടി കിട്ടുന്നതേ എന്തിനാണ്? എല്ലാവർക്കും ഇതേ പറയുള്ളൂ, പെണ്ണ് കിട്ടില്ല. എന്താണ് എനിക്ക് കല്യാണം കഴിക്കണ്ടേ? എന്ത് മനുഷ്യരാണോ എന്തോ. എന്താ കല്യാണം? ശരി. അപ്പോ ഈ സ്റ്റേജ് ഷോകളില് പച്ച ഷർട്ട് ഇട്ട് ഇറങ്ങിയപ്പോഴേ ഞാൻ എൻ്റെ കെറിയേടിന് ഞാനിന്ന് പച്ച ഷർട്ട് നോക്കിയപ്പോഴത്തേക്കും മറ്റേ സ്റ്റുഡിയോ ഒന്ന് സാധനം വാങ്ങിച്ചിട്ട് പച്ച ഷർട്ട് ഇട്ടോണ്ട് അടുത്ത പറ. ഒരാളുടെ മനസ്സ് ഇന്ന് ഞാൻ ഇവിടെ രണ്ടാമത്തെ ഇന്റർവ്യൂവിന് പച്ച ഷർട്ട് ഇട്ട് വരും എന്നുള്ളത് മനസ്സിലാക്കിയിട്ട് മനഃപൂർവ്വം പച്ച ഷർട്ട് കൊടുത്ത് പോകുന്നതാണ്, വേറൊന്നുമല്ല. ഇങ്ങനെ വീണ് കിട്ടുന്ന ക്രെഡിറ്റ് സ്വന്തമാക്കാൻ പറ്റുന്ന കുറെ ചാൻസ് പറഞ്ഞു എനിക്ക് സന്തോഷം. പക്ഷേ സീരിയസ് ആയിട്ട് പറയാ, ഇത് ഞാൻ എങ്ങനെ പ്ലാൻ എനിക്ക് മറ്റേ ഇത് പറഞ്ഞ എനിക്ക് എന്തോ മറ്റേ നേരത്തെ സിക്സ് സെൻസ് ഉണ്ടായി ഞാൻ കണ്ടുപിടിച്ചതെന്നാ പറയാ. അങ്ങനെയൊന്നും അല്ലാട്ടാ. ഞാൻ തുടങ്ങിയ പരിപാടിയല്ല ഇത്. ഇന്റർവ്യൂ കൊടുക്കുമ്പോ ആങ്കർ ഇടുന്ന ഡ്രസ് കോഡ് നോക്കിയിട്ട് സെയിം ഡ്രസ് കോഡ് ഇടുന്ന പരിപാടി അനന്ത് 3 വർഷം മുന്നേ ചെയ്തതാ. അനന്തുവിന്റെ ഇന്റർവ്യൂ ആങ്കർ ഏത് ഡ്രസ് കോഡ് ഇടുന്നത് എനിക്ക് എങ്ങനെ അറിയാനാ? മനഃശാസ്ത്രം ശാസ്ത്രം നോക്കുന്ന പോലെ അനന്തു അതും പഠിച്ചിട്ടുണ്ട്. എന്നിട്ട് അടുത്ത പറ. ഒരിക്കലും സ്റ്റേജിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്തെങ്കിലും ഉണ്ടായിട്ടോ? എൻ്റെ കൂടെ കുറെ ആൾക്കാരുണ്ട്, അവരെ പറ്റിയിട്ട് പറയാം. എൻ്റെ ഒരു ടീമുണ്ട്, മെന്റലിസ്റ്റ് അനന്തു പ്രൊഡക്ഷൻസ് എന്നും പറഞ്ഞ് എനിക്കൊരു ഒരു പ്രൊഡക്ഷൻ ഒരു ടീമുണ്ട്. അതിൽ നമ്മുടെ ഷോയ്ക്ക് എന്തോ രേഷ്മ വന്ന സമയത്ത് ആൾക്കാരൊക്കെ പരിചയപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പം അതിൻ്റെ അകത്തൊരു ടീമുണ്ട്. എല്ലാവരും ഭയങ്കര സപ്പോർട്ടിങ് ആണ്, എല്ലാം സെറ്റാണ്. പക്ഷേ എന്താണെന്നറിയോ, ഞാനൊരു ദിവസം അതിൽ ഞാൻ ചെന്ന് എടാ എനിക്ക് സ്റ്റേജിൽ എനിക്ക് കിഡിലൊരു ആൾക്കാർ കോരി തെരിപ്പിക്കുന്ന ഒരു ഇൻട്രോ വേണം, എൻ്റെ തല എൻ്റെ ഫുൾ ഫിഗർ, അങ്ങനെ ഒരു
ഒരു കിഡിലൊരു ഇൻട്രോ വേണം, സെറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ സ്റ്റേജിൽ കയറി ഒരു 2 സെക്കൻഡ് ആയപ്പോഴത്തേക്ക് ഞാൻ 5 ലൈനൊക്കെ ചെയ്ത് ഫസ്റ്റ് എഫക്റ്റ് ഭയങ്കര ആൾക്കാരെ ഭയങ്കര ക്രേസി ആക്കുന്ന ഒരു ഫസ്റ്റ് എഫക്റ്റ് ഉണ്ട്, ഓപ്പണിംഗ് എഫക്റ്റ്. റിങ് എറിഞ്ഞു കൊടുത്തിട്ട് അത് കിട്ടുന്ന ആൾ വന്നിട്ട് അവരുടെ വളരെ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള ഒരു മെമ്മറി ഞാനിങ്ങനെ ഷെയർ ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എനിക്ക് അവിടെ ഒരു 5 BGM വേണം എന്ന് വെച്ചാൽ മറ്റേ അടിച്ചുപൊളി BGM അല്ല, ഒരു നല്ലൊരു ക്ലാസിക് സാധനം. ഞാൻ നോക്കുമ്പോഴത്തേക്ക് 2 മിനിറ്റ് സൈലന്റ്, തിനത്താക്ക് എന്ന് പറഞ്ഞിട്ട് സൂപ്പർ സ്റ്റാർ സരോജ് കുമാറിൻ്റെ സാധനം ഇടുന്നു. ഞാൻ അവിടെ നിന്നിട്ട് ആൾക്കാർ വിചാരിച്ച് ഞാനത് മനഃപൂർവ്വം ഇടുന്നു. എൻ്റെ ഒരു അവസ്ഥ മനസ്സിലാക്കണേ. അങ്ങനെയുള്ള സ്നേഹനിധികളായിട്ടുള്ള അസിസ്റ്റൻസുമാരും ക്രൂവുമാണ് എൻ്റെ കൂടെ ഉള്ളത്. അത്രയും സപ്പോർട്ടീവ് ആയിട്ടുള്ള ആൾക്കാരാണ്. സ്പോട്ട് ഇംപ്രവൈസേഷൻ അവരെ കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഇപ്പോൾ അനന്തുവിന്റെ ക്രൂവിന്റെ കാര്യം പറയുമ്പോൾ സ്പോട്ടിൽ ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് എൻക്വയറീസ് വരുന്നുണ്ടാവും. അനന്ത് തിരക്ക് പിടിച്ച ഓട്ടത്തിലാണ്, ഇതുപോലെ ഫാൻസ് ഒരുപാട് ഉണ്ട് ഒരു സൈഡില്, പുറത്തിറങ്ങാൻ പറ്റാത്ത, അയ്യോ അത് പ്രത്യേകം പറയണം, അനന്ത് പുറത്തിറങ്ങാൻ പറ്റാത്ത മാസ്ക് വെച്ചാണ് ഇറങ്ങുള്ളൂ. മാസ്ക് ഇല്ലാതെ അതെനിക്ക് പൊടിയിൽ അലർജി ഉള്ള മാസ്ക് ആൾക്കാർ, അല്ല ഫാൻസിന്റെ പ്രശ്നം കൊണ്ടല്ല. ഇതൊക്കെ എന്താന്നറിയാം. ഇതിന്റെ ഇടയിൽ ഇത് മാനേജ് ചെയ്യാൻ മാനേജറെ നിർത്തിയിട്ടാണോ അതോ അനന്ത് ഒറ്റയ്ക്ക്? ഇല്ല, ഞാനൊരു 10 പേരെ നിർത്തിയിട്ടുണ്ട്. ഓരോ സ്ഥലത്ത് ഇറങ്ങുമ്പോഴേക്കും അവരെന്നെ നോക്കുന്നുണ്ട്, അവരെന്നെ കാണിക്കാതെ കൊണ്ടുപോകണം. ചുമ്മാ അങ്ങനെയൊന്നുമില്ല. മെസ്സേജസ് ആരാ റിപ്ലൈ കൊടുക്കുന്നത്? ഇൻസ്റ്റാഗ്രാമിലോ? ഞാൻ അങ്ങനെ ബേസിക്കലി ഞാനൊരു സോഷ്യൽ മീഡിയ പേഴ്സൺ അല്ല. ഞാൻ ഇടയ്ക്ക് ബ്രേക്ക് ഒക്കെ എടുത്തായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ സീക്രട്ട് ലെറ്റർ ഒക്കെ ഇറക്കുന്നതുകൊണ്ട് ഞാനിപ്പോൾ ആക്റ്റീവാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്ന മെസ്സേജിൽ വരുന്ന ഒരു ഭൂരിഭാഗവും ഞാൻ തന്നെയാണ്, അതായത് ചെയ്തേ പറ്റൂ എന്നുള്ള സാധനങ്ങളൊക്കെ ഞാൻ തന്നെയാണ് നോക്കുന്നത്. പക്ഷെ എന്നാലും ഒരു PR ടീമോട് നമ്മൾ മെസ്സേജ് ഒക്കെ മോണിറ്റർ ചെയ്യുന്നുണ്ട്. ഫാൻസിന്റെ ബേസിൽ വരുന്ന മെസ്സേജസ് ഒക്കെ ആരാ ഹാൻഡിൽ ചെയ്യുന്നത്? അതറിയാൻ പറ്റില്ലല്ലോ, എല്ലാം നമ്മുടെ പേജിൽ തന്നെയല്ലേ വരണേ. നമുക്ക് ബുദ്ധിപരമായ മുന്നേറ്റം. കാരണം കറക്റ്റ് ആൻസർ പറഞ്ഞു കഴിഞ്ഞാൽ ഫാൻസുകാർ മെസ്സേജ് അയച്ചില്ലെങ്കിലോ, ആരും മെസ്സേജ് അയക്കണ്ട, ഞാൻ അല്ലേ? അല്ല, ഞാൻ നോക്കും, മെസ്സേജ് ഒക്കെ നോക്കും. പ്രപ്പോസൽ വന്നിട്ടുണ്ടോ? അത് ഉണ്ടാവുമല്ലോ. അതിപ്പം അനന്തു എന്നുള്ളൊരു ഫാക്ടർ അല്ല. അതിപ്പോൾ നമ്മൾ ഈ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒന്ന് ഒരു ഹൈപ്പ് നിൽക്കുമ്പോഴത്തേക്ക് ഉറപ്പായിട്ടും വരുമല്ലോ. അതൊന്നും എൻ്റെ മിടുക്കൊന്നുമല്ല. അതിപ്പോ രേഷ്മയ്ക്ക് വരുന്നില്ലേ? രേഷ്മയ്ക്ക് എത്ര പ്രപ്പോസൽസാ വരുന്നത്? എനിക്ക് വരുന്നില്ല. ഒന്ന് കണ്ണിലോട്ട് നോക്കിയാ രേഷ്മയെ. വേണ്ട വേണ്ട വേണ്ട, ഞാൻ എന്നിൽ തന്നെ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു 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 ഞാൻ അതങ്ങനെ ഇരിക്കട്ടെ. ശരി. അങ്ങനെ എല്ലാ കാര്യമൊന്നും പറയാൻ പറ്റിയെന്ന് വരില്ല, അത് വേണ്ട. ശരി. 2 വർഷത്തിന് ശേഷം 2ാമത്തെ ഇന്റർവ്യൂവിലെ ഈ കൊണ്ടും കൊടുത്തിട്ടുള്ള പരിപാടി നമുക്ക് അങ്ങ് അവസാനിപ്പിക്കാം. വേഗം അവസാനിപ്പിക്കാം, എനിക്ക് വിശക്കുന്നു. എന്നിട്ട് വേണം എനിക്ക് ഫുഡ് അനന്ത് മേടിച്ചു തരാൻ. എത്രയും നേരം ഇരുന്ന് ഞാൻ വായിട്ട് അലച്ചതാ. അപ്പൊ പിന്നെ എനിക്ക് എന്തെങ്കിലും കിട്ടണ്ടേ? അതെ അതെ അതെ, ഉറപ്പായിട്ടും. അപ്പൊ നമുക്ക് തീർക്കാം. വേഗം തീർക്കാണ്. അപ്പൊ എന്തായാലും ഇത്രയും നേരം എന്നെ സഹിച്ചതിനും ഇത്രയും നേരം നല്ല പണികൾ ഇങ്ങോട്ട് തന്നതിനും ഒരുപാട് അധികം നന്ദിയുണ്ട്. ഷോ സീക്രട്ട് ലെറ്റർ അടിപൊളിയാവട്ടെ. 25-ാം തീയതി. താങ്ക് യു രേഷ്മ. ഒരുപാട് സന്തോഷം. ഈ പറഞ്ഞ ഒരു ബ്രേക്കിന് ശേഷമാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. അത് രേഷ്മയുടെ കൂടെ ഇങ്ങനെ ഒരു അടിപൊളി കളറിൽ പോകാൻ പറ്റിയതിൽ എനിക്കും സന്തോഷം. താങ്ക് യു സോ മച്ച്. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓക്കെ.